ഹായ് ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്കൊരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തോരൻ വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് എന്താ പറയുക, നമുക്ക് ആദ്യം മസാലകളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കറിവേപ്പില ഒരു ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് പേസ്റ്റായി പോകണ്ടേ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൽ ഇത്ര മതിയാവും കേട്ടോ. അതിൻ്റെ പുറമത്തെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കൊത്തി അരിയാക്കണ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കത് അറിയില്ല കേട്ടോ. ഞാനിതിങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ കട്ടിംഗ് ബോർഡുമ്മേ വെച്ചിട്ട് അരിഞ്ഞെടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പം അത് അരിയണതിൻ്റെ മുന്നേ നല്ലോണം വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും കയ്യിലാക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആകെ കറ പിടിക്കുകയെ. എൻ്റെ കയ്യിൽ എണ്ണ ആവാത്ത ഭാഗത്തൊക്കെ ഒത്തിരി കറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആയ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കട്ടിങ് ബോർഡുമ്മേ വെച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ചിലവരൊക്കെ ഇതിൻ്റെ നാര് കളയും തോന്നുന്നുണ്ട്. ഞാനിവിടെ നാരൊന്നും കളയുന്നില്ല. നാര് ഉള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം എന്നാണല്ലോ പറയുക. അപ്പം ഞാൻ നാരൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതുപോലെ തന്നെ എൻ്റെ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കസിനൊക്കെ പറഞ്ഞിരുന്നു ചട്ടി മാറ്റാനയക്കുമെന്ന്. അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരിത്തിരി കറിവേപ്പില നമ്മൾ ചതച്ചെടുത്തിലുണ്ട്, അതുകൊണ്ട് ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഒന്ന് ഒക്കെ ഒന്ന് മുരിഞ്ഞ അല്ലെങ്കിൽ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ വാഴക്കൂമ്പിന് അത്ര തന്നെ വേവില്ലാത്തതുകൊണ്ട് നമ്മൾ തേങ്ങ ഒന്ന് പച്ചമണം മാറ്റിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് വാഴക്കൂമ്പ് കട്ട് ചെയ്തതും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ഇത് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.